ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിനെതിരെ സമരം ചെയ്ത ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെയും സമരം ചെയ്യാനായി ഇളക്കിവിട്ട ഉദ്യോഗസ്ഥരെയും താൻ കൈകാര്യം ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രസ്താവന. ഉദ്യോഗസ്ഥരുടെ പട്ടികയുണ്ട്, ആളുകളെ എണ്ണിവെച്ചിട്ടുണ്ട്, അവരെ വേറെ കാര്യം പറഞ്ഞ് പിടിക്കും. ഒരു സംശയവും വേണ്ട എന്നായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. അതേസമയം മന്ത്രി ഗണേഷ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെയും സമരം ചെയ്യാനായി ഇളക്കിവിട്ട ഉദ്യോഗസ്ഥരെയും എവിടെ വെച്ച് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. ആനയുണ്ടായിരുന്ന കൊട്ടാരക്കരയിലെ വീട്ടിൽ വെച്ചാണോ, അതോ മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണോ, അതുമല്ലെങ്കിൽ KSRTCയുടെ ഡിപ്പോകളിൽ കൂട്ടിക്കൊണ്ടുപോയാണോ എന്നൊന്നും ഗണേഷ് വ്യക്തമാക്കിയിട്ടില്ല. നല്ല ലൈസൻസ് സംവിധാനം കേരളത്തിൽ വേണം. വണ്ടി ഓടിക്കാൻ അറിയുന്നവർ വാഹനം ഓടിച്ച് റോഡിലിറങ്ങിയാൽ മതിയെന്നായിരുന്നു നിലപാട്. എന്റെ നിലപാടിനൊപ്പം നിന്ന പൊതുജനങ്ങളുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരം ചെയ്യാനായി ഇളക്കിവിട്ട ഉദ്യോഗസ്ഥർ എല്ലാവരെയും കൈകാര്യം ചെയ്യും. ഉദ്യോഗസ്ഥരുടെ പട്ടികയുണ്ട്, ആളുകളെ എണ്ണി വെച്ചിട്ടുമുണ്ട്, അവരെ വേറെ കാര്യം പറഞ്ഞ് പിടിക്കും. അവസാനം ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെ സമരം നടത്തിയ സ്കൂൾ ഉടമകൾ മന്ത്രി പറയുന്നതാണ് ശരിയെന്ന നിലയിലേക്കെത്തി. ജനാധിപത്യ രാജ്യമാണ്. സമരക്കാരോട് ചർച്ച ചെയ്ത് സമവായത്തിലെത്തി. ഒരേ സമയം കൂടുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാകുന്നവരെ സ്ക്വാഡ് പരിശോധിക്കും എന്നും പിണറായിയുടെ ധാർഷ്ട്യത്തോടെ ഗണേഷ് പറയുന്നു. 10 ലക്ഷം ലൈസൻസ് കെട്ടിക്കിടക്കുന്നുവെന്നത് ശരിയല്ല. 2,20,000 ലൈസൻസ് മാത്രമാണ് ഇനി നൽകാനുള്ളത്. റേഷൻ കാർഡ് പോലെ ലൈസൻസ് വാരിക്കൊടുക്കാൻ കഴിയില്ല. ഒറ്റ ദിവസം 126 ലൈസൻസും ഫിറ്റ്നസും ടെസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ മോട്ടോർ വാഹന വകുപ്പിലുണ്ട്. ഇത് വകുപ്പിന് നാണക്കേടാണ്. ഡ്രൈവിംഗ് പരിശീലനം കൂടാതെ കൈതെളിയാൻ സ്കൂളുകാർ അധിക തുക വാങ്ങുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. കൈതെളിയാതെ വരുന്നവർക്ക് ലൈസൻസ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് കൈതെളിയും വരെ എഴുതിക്കും. എല്ലാവരെയും മുകളിൽ ക്യാമറ പോലെ തന്റെ കണ്ണുകൾ ഉണ്ടാകും. വെറുതെ പിടിക്കപ്പെട്ട് നടപടി വാങ്ങരുത്. ഉദ്യോഗസ്ഥർക്ക് ഈ താക്കീത് മന്ത്രി ഗണേഷ് കുമാർ നൽകുന്നു. അതേസമയം മന്ത്രിയുമായി നടത്തിയ സമരക്കാരുടെ ചർച്ച വിജയകരമായിരുന്നുവെന്ന് മന്ത്രി സ്വയം പ്രഖ്യാപനം നടത്തുകയായിരുന്നുവെന്ന ആക്ഷേപം ഉയരുന്നതിനിടെയാണ് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന മന്ത്രിയുടെ മാടമ്പി സ്റ്റൈൽ പ്രസ്താവനയും ഭീഷണിയും ഉണ്ടായിരിക്കുന്നത്.